കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പൊളിയുന്നു. പണം മുടക്കിയ പലരും തെണ്ടി കുത്തുവാളയെടുത്ത് മൂലയിലൊതുങ്ങി. മറ്റു ചിലർ കോടതിയും കേസുമൊക്കെയായി കഴിയുന്നു. ചിലരാകട്ടെ കുടുംബത്തോടെ ജയിലിലുമായി. സംസ്ഥാനത്ത് വീട് വയ്ക്കാനുള്ള സ്ഥലത്തിനുൾപ്പെടെ വില കുറഞ്ഞു. ജപ്പാനിലെ 90 ലക്ഷം വീടുകൾ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ജപ്പാനിൽ സംഭവിക്കുന്നത് റാഡിക്കലായ കാര്യമൊന്നുമല്ല. ടോട്ടൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്ന പ്രദേശങ്ങളിൽ കുടിയേറ്റം സംഭവിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. കേരളത്തിലെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ തന്നെ 2ന് താഴേക്കെത്തിയിരുന്നു. അതേസമയം തന്നെ നമ്മുടെ ആയുർദൈർഘ്യം വർദ്ധിച്ചു എന്നതുകൊണ്ട് ജനസംഖ്യയിലെ കുറവ് ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. ജനസംഖ്യയുടെ സാധാരണ പ്രൊജക്ഷൻ അനുസരിച്ച് തന്നെ 2035 ആകുന്നതോടെ നമ്മുടെ ജനസംഖ്യ താഴേക്ക് വന്നു തുടങ്ങും. ഒപ്പം അടുത്തിടെയുള്ള യുവതി യുവാക്കളുടെ വിദേശ കുടിയേറ്റത്തിൻ്റെ ട്രെൻഡ് കൂടി കണക്കിലെടുത്താൽ കാര്യങ്ങൾ കുറച്ചുകൂടി നേരത്തെയാകാനും സാധ്യതയുണ്ട്. 2010 കണക്കനുസരിച്ച് കേരളത്തിൽ 10 ലക്ഷത്തോളം വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അത് 2030 ആകുമ്പോൾ ഇരട്ടിയെങ്കിലുമാകും. 2010 റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തഴച്ചു വളരുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴത് തകർന്ന് തരിപ്പണമായി. വലിയ ലാഭം, അതായത് കൊള്ള ലാഭം പ്രതീക്ഷിച്ച ആ മേഖലയിൽ പണം മുടക്കിയവർ ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുന്നു. ഏറ്റവും ഒടുവിൽ തിരുവല്ലയിലെ നെടുമ്പറമ്പിൽ ഫൈനാൻസ് മുതലാളിയും കുടുംബവും ജയിലിൽ കിടന്ന് അഴിയെണ്ണുക. പുറത്ത് കിട്ടുന്ന ആഹാരത്തേക്കാൾ അകത്ത് നല്ല ആഹാരം കിട്ടുമെന്ന അവരെ കാണാൻ പോയ ഒരു സുഹൃത്ത് തമാശ രൂപേണ പറഞ്ഞത്. ഇവിടുത്തെ ഒട്ടുമിക്ക ഫിനാൻസ് സ്ഥാപനങ്ങളും പണം മുടക്കിയിരുന്നത് ഈ മേഖലയിലാണ്. ഫിനാൻസ് കമ്പനികൾ കൂടുതൽ പലിശ വാഗ്ദാനം ചെയ്താണ് ആളുകളിൽ നിന്നും പണം വാങ്ങുന്നത്. പണം കൈനീട്ടി വാങ്ങുമ്പോൾ പറയുന്ന പലിശ കൊടുക്കണമെങ്കിൽ അമിത ലാഭം കിട്ടുന്ന ബിസിനസ്സുകളിൽ നിക്ഷേപിക്കണം. അല്ലാതെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന പണം അടുക്കി കെട്ടി മൂലയിൽ ഭദ്രമായി വെച്ചുകൊണ്ടിരുന്നാൽ അത് ഇരട്ടിക്കത്തില്ല. ഇങ്ങനെ റിയൽ എസ്റ്റേറ്റിൽ പണം മുടക്കി പൊളിഞ്ഞു പാളീസായ ഒരുപാട് പേരെ നമുക്ക് ചുറ്റും കാണാം. പ്ലോട്ട് തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് വസ്തുക്കൾ കൂടിയ വിലയ്ക്ക് വാങ്ങിയിട്ട് പ്ലോട്ടും തിരിച്ചിട്ട് കാത്തിരിക്കുന്ന എത്രയോ മുതലാളിമാരെ നമുക്ക് ചുറ്റും കാണാം. എന്തിനേറെ വേടിച്ച വിലയിലും താഴ്ത്തി കൊടുത്ത് കളം കാലിയാക്കിയവരും നമുക്ക് ചുറ്റുമുണ്ട്. റിയൽ എസ്റ്റേറ്റിൽ കോടികൾ മുടക്കി കോടികൾ കൊയ്ത ആളുകളാണ് ഇപ്പോൾ പൊളിഞ്ഞു നിൽക്കുന്നവരിൽ പലരും. ഈ മേഖലയിലെ തകർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് പിന്മാറിയവരുമുണ്ട്. പ്രധാന നഗരങ്ങളിൽ തന്നെ ഫ്ലാറ്റുകളും വില്ലകളും വിൽക്കാനായി അനേകം കമ്പനികളുടെ കിടപ്പുണ്ട്. വിദേശത്തുള്ളവർ വലിയ വില കൊടുത്ത് വാങ്ങിയ ഫ്ലാറ്റുകളും വില്ലകളും നിസ്സാര വിലയ്ക്ക് കൊടുത്തിട്ട് പോകുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഈ രംഗം ഒരുപാട് പേരുടെ ജീവിതം ഹോമിപ്പിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം.